ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. EPF അക്കൗണ്ട് ഉടമകൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങളൊരു PF അക്കൗണ്ട് ഉടമയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ PF അക്കൗണ്ടിലെ UAN നമ്പർ അറിയില്ല എങ്കിൽ അത് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. EPF അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ PF അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങൾക്കും അവരുടെ UAN നമ്പർ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ UAN നമ്പർ അറിയില്ല അല്ലെങ്കിൽ മറന്നുപോയെങ്കിൽ എങ്ങനെയാണ് UAN നമ്പർ കണ്ടെത്തുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. സാധാരണഗതിയിൽ ഇത് നമ്മുടെ എംപ്ലോയർ വഴി കണ്ടെത്താവുന്നതാണ്. അതല്ല എങ്കിൽ നമുക്ക് സ്വന്തമായി ഓൺലൈൻ വഴിയും കണ്ടെത്താം. അപ്പോൾ നമുക്ക് സ്വന്തമായി ഓൺലൈൻ വഴി എങ്ങനെയാണ് നമ്മുടെ UAN നമ്പർ കണ്ടെത്തുന്നത് എന്നുള്ള ഈ ഒരു വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ UAN നമ്പർ കണ്ടെത്തുന്നത് EPFയുടെ ഹോം പേജ് വഴിയാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെർച്ച് ബാറിൽ മെമ്പർ ഹോം എന്ന് ടൈപ്പ് ചെയ്ത് ശേഷം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിവിടെ ഇതുപോലെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ റിസൾട്ട് തന്നെ കാണാം, മെമ്പർ ഹോം എന്നുള്ളത്. ആ ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ ലോഗിൻ ചെയ്യാനുള്ള പേജാണിത്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ UAN നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ UAN നമ്പറും അതിന് താഴെ പാസ്വേഡും നൽകിക്കൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ UAN നമ്പർ അറിയില്ല. അപ്പോൾ നമ്മുടെ UAN നമ്പർ കണ്ടെത്തുന്നതിന് വേണ്ടി ഇവിടെ താഴ്ഭാഗത്തോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അവിടെ നമുക്ക് ഓപ്ഷൻസ് കാണാം, ആക്ടിവേറ്റ് UAN, നോ യുവർ UAN തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിൽ നോ യുവർ UAN എന്നുള്ള ഓപ്ഷനിൽ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കാണിക്കുന്നത് മൊബൈൽ നമ്പർ എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മുടെ PF അക്കൗണ്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഒരു കോഡ് തന്നിട്ടുണ്ട്. അതിന് താഴെയുള്ള ഒരു കോളത്തിൽ നമ്മൾ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള വാലിഡേറ്റ് OTP എന്നുള്ള ആ ഒരു ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ ഒരു അലേർട്ട് വന്നിട്ടുണ്ടായിരിക്കും, OTP സെൻഡ് സക്സസ്ഫുള്ളി, നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് OTP സെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇവിടെ ഓക്കെ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം OTP എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈലിലേക്ക് നമുക്ക് SMS ആയി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു OTP കോഡ് നമ്മളവിടെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിന് താഴെയായിട്ടുള്ള ഒരു കോഡ് അതിന് താഴെയുള്ള ആ ഒരു കോളത്തിൽ കറക്റ്റായിട്ട് അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള വാലിഡേറ്റ് OTP എന്നുള്ള ഈ ഒരു ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം വീണ്ടും നമുക്കൊരു അലേർട്ട് വന്നിട്ടുണ്ട്, OTP വാലിഡേഷൻ സക്സസ്ഫുൾ എന്നുള്ളത്. ഓക്കെ. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അവിടെ ഒന്നാമത്തെ കോളത്തിൽ നെയിം എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മുടെ പേര് കറക്റ്റായിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്നത് താഴെയുള്ള കോളത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ 3 ഓപ്ഷൻസ് നമുക്ക് കാണാം, ആധാർ, പാന്, മെമ്പർ ID എന്നിങ്ങനെയുള്ളത്. അപ്പോൾ നമുക്കിവിടെ അതിൽ ആധാർ എന്നുള്ളതാണ് ഡീഫോൾട്ടായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഓപ്ഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാറ്റി സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ സെലക്ട് എനിവൺ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെ UAN നമ്പർ കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിൽ നമുക്കിവിടെ ഏറ്റവും സിമ്പിളായി തോന്നിയുള്ളത് ആധാർ നമ്പർ തന്നെയാണ്. നമുക്ക് നമ്മുടെ ആധാർ നമ്പർ അറിയാം. അല്ലെങ്കിൽ നമുക്ക് പാൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. മെമ്പർ ID എന്തായാലും നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ ആധാർ എന്നുള്ളത് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം താഴെയുള്ള ആധാർ എന്നുള്ള കോളത്തിൽ നമ്മുടെ ആധാർ നമ്പർ നമ്മളൊന്ന് കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയുള്ള ആ ഒരു കോളത്തിൽ നമ്മൾ അതുപോലെ തന്നെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെയുള്ള ഷോ മൈ UAN എന്നുള്ള ഈ ഒരു ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റിംഗ് യുവർ റിക്വസ്റ്റ് പ്ലീസ് വെയിറ്റ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ UAN നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്, യുവർ UANAs എന്ന് പറഞ്ഞ് അതിന് താഴെയായിട്ട് നമ്മുടെ UAN നമ്പർ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ UAN നമ്പർ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. EPF അക്കൗണ്ടിലെ UAN നമ്പർ എങ്ങനെയാണ് ഓൺലൈനായി സ്വന്തമായി കണ്ടെത്തുന്നത് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.